ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രംപിൻ്റെ പുതിയ അമേരിക്കൻ നയത്തിൻ്റെ ഭാഗമാണ് പനാമ കനാൽ പിടിച്ചെടുക്കും എന്ന തീരുമാനം. ഇയാളെന്തിനാണ് പനാമ കനാൽ പിടിച്ചെടുക്കുന്നത് എന്ന് പനാമ കനാലിൻ്റെ ചരിത്രം അറിയാത്തവർ സ്വാഭാവികമായും സംശയിച്ചേക്കാം. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ ഒത്തുചേരുന്ന ഒരു പ്രദേശമാണ് ഈ പനാമ എന്നൊരു സ്ഥലം. അതൊരു ചെറിയ രാജ്യമാണ്. തൊട്ടടുത്ത് കോസ്റ്റോറിക്ക, കൊളംബിയ, ക്യൂബ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അറ്റ്ലാന്റിക്കിനെയും പസഫിക്കിനെയും ബന്ധിപ്പിച്ചുള്ള ഒരു കനാൽ കപ്പൽ വഴിയുള്ള വ്യാപാരത്തെയും പ്രത്യേകിച്ച് സൈനികമായും വളരെ ഗുണപരമാണെന്ന് കണ്ടാണ് 1904 പനാമ കനാലിൻ്റെ ഒരു നിർമ്മാണം അവർ ആരംഭിച്ചത്. ഏതാണ്ട് 1914 ഈ കനാലിൻ്റെ ഈ പണിയെല്ലാം പൂർത്തിയാക്കിയിട്ട് അതുവഴി പോകുന്ന കപ്പലുകളിൽ നിന്നും കാശ് വാങ്ങി അമേരിക്ക വളരെ സ്വസ്ഥമായി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായൊരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അമേരിക്ക ഇങ്ങനെ കനാൽ ഉണ്ടാക്കാൻ തയ്യാറാകുന്നത്, ഈ കനാൽ ഉണ്ടാക്കുന്നതിന് മുൻപ് അമേരിക്കൻ കപ്പലുകൾക്ക് ഏഷ്യയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി വരണമായിരുന്നു. അതിനു പകരം നല്ലൊരു ബൈപ്പാസും അതിൽ നിന്നും നല്ലൊരു ലാഭവുമാണ് അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 82 കിലോമീറ്ററാണ് ഈ കനാലിൻ്റെ നീളം. എന്നാൽ കണ്ടോൻ്റെ പറമ്പിൽ വാഴ വെച്ച് എക്കാലവും കൊല വെട്ടി വിൽക്കാം എന്നുള്ള ഒരു വ്യാമോഹം അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ 1964 പനാമ എന്ന ഈ കൊച്ചു രാജ്യത്തെ വിദ്യാർത്ഥികളും ജനങ്ങളും എല്ലാം കൂടി അമേരിക്കയ്ക്കെതിരായിട്ട് വ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടാക്കി ഈ കനാലിൻ്റെ സമീപത്ത് കൂടുകയും അതിനെ അടിച്ചമർത്താൻ അമേരിക്ക ശ്രമിച്ചു. അതിൽ 20 പേരിലധികമാണ് അന്ന് കൊല്ലപ്പെട്ടത്. എന്നിട്ടും 1977 ഈ കനാൽ പനാമയ്ക്ക് വിട്ടുകൊടുക്കാൻ അമേരിക്ക നിർബന്ധിതമാകാൻ ഉണ്ടായത്. പനാമയെ സംബന്ധിച്ച് ഇതൊരു വലിയ ലോട്ടറി തന്നെയായിരുന്നു. പനാമയുടെ വരുമാനത്തിൻ്റെ 30% ഈ കനാലിലൂടെ കടന്നു പോകുന്ന ചരക്കപ്പലിൽ നിന്നാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് വളരെ ലാഭകരമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ട്രംപ് വന്നപ്പോൾ തന്നെ കനാൽ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയ വ്യാപാര കാരണങ്ങളാണ്. ഈ കനാലിലെ ഏറ്റവും വലിയ കുത്തകക്കാർ എന്ന് പറയുന്നത് ചൈനക്കാരാണ്. അതാണ് ഈ ട്രംപിൻ്റെ പ്രശ്നം. ചൈനയും അമേരിക്കയും തമ്മിൽ കാലങ്ങളായിട്ട് ഒരു വാണിജ്യ വ്യാപാര പോര് നടക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് വന്ന് കാനഡയ്ക്കും ഈ മെക്സിക്കോയ്ക്കുമൊക്കെ ഇറക്കുമതി ടാക്സ് കൂട്ടുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചൈനയ്ക്കും അതേ പണി കൊടുക്കും എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. ചൈനയും തിരിച്ചടിച്ച് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക ടാക്സ് ചുമത്തിക്കഴിഞ്ഞാൽ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല, ഈ അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടി ഞങ്ങൾ അതിലും കൂടുതൽ ടാക്സ് അടിക്കും എന്ന് ചൈന മറിച്ചടിച്ചു. ചൈന ഇതിലൂടെ ഒരു ഡബിൾ ടാക്സ് അടിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ചൈന ഇങ്ങനെ തിരിച്ചടിക്കും എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ട്രംപ് കുടുങ്ങുകയാണ് ചെയ്തത്. ലോകത്ത് ഇപ്പോൾ തന്നെ ചൈനയുടെ ഒരു വ്യാപാര കുത്തകയുണ്ട്. ഈ ചൈനീസ് സാധനങ്ങൾ ലോകവിപണിയിൽ ഉള്ളതുകൊണ്ടാണ് സാധാരണക്കാർക്ക് വരെ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ ഇന്ന് കഴിയുന്നത്. കാരണം അവരുടെ സാധനങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ്. കണ്ടുപിടിച്ചവൻ്റെ യഥാർത്ഥ സാധനം അല്ലെങ്കിലും അതേ സാധനം കോപ്പി ചെയ്തുകൊണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്നതോടുകൂടി ലോകത്തുള്ള എല്ലാവർക്കും ഏറ്റവും ആധുനിക ടെക്നോളജി വരെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർ ലോക മാർക്കറ്റിൽ ഒരു പ്രത്യേക ഒരു മേൽക്കോയ്മ നേടിയിരിക്കുകയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളില്ലാത്ത ഒരു രാജ്യവും ലോകത്തില്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ വിപണിയിലും ഇതേ ചൈനീസ് ഉപകരണങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം അമേരിക്കൻ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ വലിയ വിലയാണ്. അല്ലെങ്കിൽ ജപ്പാൻ്റെയോ ജർമ്മനിയുടെയോ ഇറ്റലിയുടെയൊക്കെ വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ചൈനയുടെ ചെറിയ വില കൊടുത്താൽ സാധനം കിട്ടും, എല്ലാവർക്കും ഉപയോഗിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോകും, വലിച്ചെറിയും, പുതിയ മേടിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ ലോകത്തെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമാണ് എല്ലാവർക്കും. ലോകത്തെല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഈ ചൈനയുടെ വ്യാപാര കുത്തകയുടെ മുന്നിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അത്രയധികം മുന്നേറ്റമാണ് ഈ മേഖലയിൽ ചൈന നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ചൈനയ്ക്കിട്ട് ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു പണി കൊടുത്താൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുമെന്ന് ട്രംപിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് അമേരിക്ക സാമ്പത്തികമായി വളരെയധികം തകർന്നിരിക്കുകയാണ്. ഓരോരോ യുദ്ധങ്ങൾക്കും സഹായിച്ചും അതുപോലെ തന്നെ ഗസയിലും ഈ ഇസ്രായേലിനൊക്കെ സഹായിച്ചൊക്കെ ഒരുപാട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് അമേരിക്ക വൻ സാമ്പത്തിക ഞെരുക്കത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് വന്നതോടുകൂടി ഈ സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം മറികടക്കാൻ വേണ്ടി അയാൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഇറക്കുമതി ചുങ്കം.
ഏർപ്പെടുത്തും. അതിലൂടെ കുറേ ഇത് കിട്ടുമല്ലോ, കുറേ പൈസ വാങ്ങിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വിദേശികളെ മുഴുവൻ അവിടെ നിന്ന് കയറ്റിവിടുക, അതായത് അനധികൃതമായിട്ട് അവിടെ കഴിയുന്ന ആൾക്കാരെ എല്ലാം കയറ്റിവിടുക. മെക്സിക്കോയിൽ മതിൽ കെട്ടുക. അതുപോലെ എന്താ മറ്റേ ഈ സിറിയയിലുള്ള അമേരിക്കൻ സൈനികർ കിടപ്പുണ്ട് കുറേ പേര്, അവരെല്ലാം തിരിച്ച് വിളിക്കുകയാണ്. സിറിയയെ സഹായിക്കാൻ വേണ്ടി പോയതാണ്, അസദിനെ പുറത്താക്കാൻ വേണ്ടി. അല്ലെ തന്നെ നേരത്തെ തന്നെ ഉണ്ട് അവിടെ അവർ. അത് വളരെ കാലങ്ങളായിട്ട് അമേരിക്കൻ സൈന്യം അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പം അവരെല്ലാം അമേരിക്ക പിൻവലിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ട്രംപ് അമേരിക്കയുടെ സാമ്പത്തിക നിലയൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും മുണ്ട് മുറുക്കിയെടുത്തിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല. അതിലൂടെ രാജ്യത്തിന് വളരെയധികം നേട്ടങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ ട്രംപിനൊപ്പമാണ് കേട്ടോ. അയാൾ ഒരു രാജ്യസ്നേഹിയാണ്. സ്വന്തം രാജ്യം കുത്തകൾക്ക് തീരെഴുതി കൊടുക്കുന്ന മോഡിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ട്രംപിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നതാണ്. അതാണ് യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് നാവാടിയിട്ട് കാര്യമില്ല. രാജ്യസ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുത്തുകൊണ്ട് അവരുടെ നിന്ന് പണം വാങ്ങി അല്ലെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് രാജ്യത്തിന് വളരെയധികം ദോഷമാണ് ചെയ്യുന്നത്. ട്രംപിനെ സംബന്ധിച്ച് അയാൾക്ക് ഈ അമേരിക്ക വീണ്ടും ഡെവലപ്പ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം അയാൾ വട്ടാന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അയാൾ നല്ല പ്രസിഡന്റ് തന്നെയാണ്. വിദേശികൾ തെറി വിളിക്കും, ഓക്കെ, അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അയാൾ ഇപ്പം ആൾക്കാരെല്ലാം കയറ്റി വിടുന്നു, അല്ലെങ്കിൽ മതിൽ കെട്ടുന്നു, അതൊക്കെ പറയുമ്പം വിദേശികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് സ്വന്തം രാജ്യമല്ലേ ഇമ്പോർട്ടൻറ്റ്. അല്ല, ആ നീക്കങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ചൈനയ്ക്ക് ഒരു കുരുക്കിടാൻ വേണ്ടിയൊക്കെയാണ് അയാൾ പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. കാരണം ഈ പനാമയിലുള്ള ചൈനയുടെ കുത്തക തകർക്കുക. അതിനുവേണ്ടി പനാമയിലേക്ക് 10,000 സൈനികരെ ഇറക്കിയിട്ട് ഈ പനാമ കനാൽ പിടിച്ചെടുക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇത്രയും സൈനികരെ ഇറക്കുമ്പോൾ സ്വാഭാവികമായും ഈ പനാമക്കാരുടെ എതിർപ്പ് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. അതിനെ അടിച്ചമർത്താൻ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലകളും ഒക്കെയാണ് ഇനി നമ്മൾ അടുത്തത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. പനാമ കനാൽ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചൈനയുടെ കുത്തക അവസാനിപ്പിക്കുക എന്നുള്ളതൊക്കെ അമേരിക്കയുടെ ആവശ്യമായ സ്ഥിതിക്ക് അയാൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു സ്ട്രിക്റ്റായിട്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ പനാമ കനാലിൽ അമേരിക്കയ്ക്ക് അവകാശമുണ്ട് എന്ന് ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി US-ൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈയിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് പനാമ കനാൽ വഴി കടന്നു പോകുന്ന അമേരിക്കൻ ഷിപ്പുകൾക്കൊന്നും അവർ ഫീസ് വാങ്ങുന്നില്ല എന്നാണ് അവർ അടിച്ചിറക്കിയത്. ഇതൊരു വലിയ തള്ളായിരുന്നു സംഭവം. ഇത് തള്ളാണെന്ന് പറയുന്നത് പനാമയുടെ പ്രസിഡന്റ് റൗൾ മൂലിനോ തന്നെയാണ്. ഈ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തെ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ തന്നെ ഈ പനാമ കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല, അവരതിന് ഫീസ് മേടിക്കുന്നില്ല. അതുകൊണ്ട് US ഗവൺമെൻറ്റിന് പ്രതിപക്ഷം ദശലക്ഷക്കണക്കിന് ഡോളർ ലാഭം കിട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ചുമ്മാതാണെന്നാണ് ഈ പ്രസിഡന്റ് പറയുന്നത്, ഈ പനാമയുടെ പ്രസിഡന്റ് പറയുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും മറ്റേ ഗതാഗതത്തിനായിട്ട് US മൊത്തം $264 മില്യൺ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് ഈ പനാമയുടെ പ്രസിഡന്റ് റൗൾ മൂലിനോ പറയുന്നത്. ഇത് അമേരിക്കയ്ക്ക് വളരെയധികം നാണക്കേടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അതിനെ മറികടന്നുകൊണ്ട് ട്രംപ് ഒന്നുകൂടി പറഞ്ഞ് ഞങ്ങൾ പനാമ കനാൽ പിടിച്ചെടുത്ത് ഞങ്ങൾ സ്വന്തമാക്കും. പിന്നെ 10 വീത കൊടുക്കണ്ടല്ലോ, വരുന്നവരുടെ നിന്ന് കാശ് മേടിക്കാമല്ലോ. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ US സൈന്യം എത്തുന്നതിന് മുൻപ് തന്നെ ഈ ചൈനീസ് സൈന്യം അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സംഗതി വഷളാവും. ഇത് ഈ 2 വശത്തെയും വ്യാപാരത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഈ 2 വശത്ത് മാത്രമല്ല, ഈ പനാമ കനാൽ വഴി കടന്നു വരുന്ന ഏഷ്യയിലേക്ക് കടന്നു വരുന്ന എല്ലാ ചരക്ക് കപ്പലുകളെയും ഇത് ബാധിക്കും. അത് ട്രംപിനെ അറിയാം, ചൈനയ്ക്കും അറിയാം. വലിയ പ്രശ്നമായി മാറുന്നത്. ഈ വിഷയം ചൈനയെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കയാണ് ബാധിക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ രക്ഷയും ഈ ഗാസയുടെ പുനർനിർമ്മാണവും ഒക്കെ സ്വപ്നം കാണുന്ന ട്രംപിന് ഈ മേഖലയിൽ ഒരു വലിയ സൈനിക സ്വാധീനം ആവശ്യമാണ്. സൈനികരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അഥവാ ഇതിൻ്റെ ബലമായി തന്നെ ഈ ഗസക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സൈനികരെ ഇവിടെ നിന്ന് ഇറക്കണം, അവരുടെ കപ്പലുകൾ വരണം, വിമാനങ്ങൾ വരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനിടയിൽ പനാമ കനാൽ പിടിച്ച് ചൈനയ്ക്കൊരു ഭീഷണി ഉയർത്തിയാൽ, ഇനി ചൈനീസ് പട്ടാളം അവിടെ വരിക അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ പ്രവേശിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളൊന്നും പിന്നെ തിരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.